നിങ്ങളൊരു ഫിഷ് ലവർ ആണോ? എവിടെ പോയാലും മീൻ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളാണോ? ഞങ്ങൾ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ടേഷൻ കഴിയുമ്പോൾ നമ്മുടെ കൺസൾട്ടേഷൻ നോട്ടിനകത്ത് നമ്മൾ എഴുതാറുണ്ട്. അതായത് എന്തൊക്കെ മത്സ്യങ്ങൾ കഴിക്കാം. മിക്കവാറും നമ്മൾ എഴുതുന്ന ചെറിയ മത്സ്യങ്ങൾ അല്ലെങ്കിൽ പുഴ മത്സ്യങ്ങളാണ്. അപ്പോൾ മിക്കവാറും ആൾക്കാർ നമ്മളോട് ചോദിക്കുക എന്താ കടൽ മത്സ്യം തമ്മിൽ വ്യത്യാസമെന്ന്. ഇതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനത് പറഞ്ഞുതരാം. ചെറു മത്സ്യങ്ങൾ അത് നമുക്കൊരു ബലത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ അതിനകത്ത് കാൽഷ്യം ഉണ്ട്. കുട്ടികൾക്കും അതേപോലെ തന്നെ അസ്ഥിരോഗമുള്ളവർക്കൊക്കെ അത് വളരെയധികം നല്ലതാണ്. പുഴ മത്സ്യങ്ങളിലും ഒരു പരിധി വരെ അതൊരു ദൃശ്യമായിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അത് വാദത്തിനെ ശമിപ്പിക്കും. പക്ഷേ കടൽ മത്സ്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ മൂന്ന് മത്സ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ മീനുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. ആക്ച്വലി ഇതെല്ലാം തന്നെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ഒരു മധുര രസവും അതേപോലെ തന്നെ ഒരു സ്നിഗ്ധമായിട്ടുള്ളൊരു ഗുണവും അതേപോലെ തന്നെ ഒരു ഉഷ്ണവീര്യമൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യണത്. മീൻ നല്ലതാണ് കഴിക്കാം. പക്ഷേ ഡെയിലി മീൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ മീനുകളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. പുഴയിൽ നിന്നുള്ള മീനും കുഴപ്പമില്ല. കടൽ മത്സ്യങ്ങൾ സ്ഥിരമായിട്ട് മേടിച്ച് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേരെ. അപ്പോൾ നമുക്ക് എന്തായാലും മീൻ കഴിക്കാം. ആയുർവേദത്തിനകത്ത് മീൻ കഴിക്കണമെന്നൊന്നും പറയുന്നില്ല. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് മീൻ കഴിക്കാം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിച്ചാൽ ഗുണകരമാകും.